ഇന്ന് നിങ്ങളുടെ ജീവിതം തകർന്നതാണോ, തളർന്നതാണോ, വേദനപ്പെട്ടും ഭാരപ്പെട്ടും നിങ്ങൾ കഴിയുകയാണോ? പ്രിയരെ, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ മനുഷ്യർ കടന്നു പോകുന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ. മക്കൾ ഇല്ലാത്തതുകൊണ്ട് ദുഃഖിക്കുന്ന മാതാപിതാക്കൾ ഒരുപാട് പേരുണ്ട്. മക്കൾ ഉള്ളതുകൊണ്ട് ദുഃഖിക്കുന്ന മാതാപിതാക്കൾ അതിലേറെയുണ്ട്. മക്കൾ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് വരുന്നില്ല. മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ ടെൻഷനാണ്, ഭയമാണ്. എന്തായിത്തീരും, അവര് ഭാവി പൂക്കുന്നില്ലല്ലോ, തലരണിയുന്നില്ലല്ലോ. എത്രയോ മാതാപിതാക്കൾ സങ്കടപ്പെട്ട് കരയുന്നു. എന്നാൽ പ്രിയ മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഒരു മനമായി, ഒരു ഹൃദയമായി, യേശുവുള്ളവരായി നിങ്ങളുടെ ജീവിതപ്പടകിലേക്ക് യേശുവിനെ നിങ്ങൾ ക്ഷണിച്ച്, യേശുവിനെ സ്വീകരിച്ച്, നിങ്ങളുടെ ജീവിതമാകുന്ന പടക് യേശു നയിക്കുന്ന, യേശു അമരക്കാരനായിട്ടുള്ള ഒരു ജീവിതമായി നിങ്ങളുടെ ജീവിതം തീർന്നാൽ പിന്നെ നിങ്ങളുടെ കാര്യം കർത്താവിന്റെ കാര്യം, നിങ്ങളുടെ മക്കളുടെ കാര്യം കർത്താവിന്റെ കാര്യം. ഇന്ന് അനേകർ ടെൻഷൻ അടിച്ച് കഴിയുകയാണ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയും. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ പ്രിയരെ, നിങ്ങൾ കർത്താവിന്റെ വകയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർത്താവിനോട് പറയാം. പിന്നെ നിങ്ങളുടെ വിഷയം സ്വർഗത്തിന്റെ വിഷയമാകും. നിങ്ങൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാതെ പോലും കർത്താവ് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നമേ നടത്തും. ഇതാണ് യേശുക്രിസ്തു നമ്മോടുള്ള സ്നേഹം.